sing, the people sing, Hosanna, Hosanna, Hosanna in the highest, Hosanna, Hosanna, Hosanna in the highest. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നെന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്ത് കൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നാം ഈ കഴിഞ്ഞ ആഴ്ചയിൽ അബ്രഹാമിനെ കുറിച്ച് ചില പാഠങ്ങൾ പഠിക്കുകയായിരുന്നല്ലോ. അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വിശ്വാസത്താൽ അബ്രഹാം എന്ന് പല സ്ഥാനങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ വിശ്വാസത്താൽ അബ്രഹാം ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ വായിക്കാനായിട്ട് സാധിക്കും. 15-ന്റെ 6-ാം വാക്യത്തിൽ അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. അപ്പോൾ വിശ്വാസത്താൽ അത് അബ്രഹാമിന് നീതിയായി കണക്കിട്ടു എന്നുള്ളത് നാം വായിക്കുമ്പോൾ ഈ വിശ്വാസത്താൽ അബ്രഹാം ചെയ്തതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച്. ഒന്നാമതായിട്ട് വിശ്വാസത്താൽ അബ്രഹാം കർത്താവിനെ ദൈവത്തെ അനുസരിച്ചു എന്ന് കാണാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് ഞാൻ കണ്ടു വിശ്വാസത്താൽ അവൻ കൂടാരങ്ങളിൽ പാർത്തു. മൂന്നാമതായിട്ട് ഞാൻ കണ്ടു അവൻ വിശ്വാസത്താൽ പ്രത്യാശയുള്ളവനായിട്ട് ഈ ലോകത്തിന് വേണ്ടിയല്ല ദൈവരാജ്യത്തിനായിട്ട് അവൻ ദൈവത്തിൽ ആ പ്രത്യാശ വെച്ചുകൊണ്ട് ജീവിച്ചു എന്ന് നാം കണ്ടു. നമുക്ക് മൂന്നാമതായിട്ട് ഇന്ന് വിശ്വാസത്താൽ അവൻ കാത്തിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിനക്ക് സന്തതികളുണ്ടാകും. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ നീ ഒരനുഗ്രഹമായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും എന്ന് അബ്രഹാമിനോട് പറഞ്ഞു. എന്നാൽ അബ്രഹാമിൻ്റെ ഭാര്യ മച്ചിയായിരുന്നു എന്നുള്ള നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അബ്രഹാമും എന്നാൽ ദൈവം പറഞ്ഞതനുസരിച്ച് വിശ്വാസത്താൽ അബ്രഹാം കാണാത്ത രാജ്യത്തെ ഓർത്ത് പുറപ്പെട്ടു എന്ന് മാത്രമല്ല, ഈ മക്കളുണ്ടാകുമെന്നുള്ളത് അബ്രഹാം വിശ്വസിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും അനേക വർഷങ്ങൾ കഴിഞ്ഞു, എന്നാലും അബ്രഹാമിന് മക്കളുണ്ടായിരുന്നില്ല. വീണ്ടും കർത്താവ് അബ്രഹാമിനോട് പറയുന്നു, നിനക്ക് വീണ്ടും മക്കളുണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും അബ്രഹാം അത് വിശ്വസിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 99 വയസ്സ് വരെയുള്ള അബ്രഹാമിനോട് വീണ്ടും ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്, നിനക്ക് മക്കളുണ്ടാകും. അതും മക്കളുണ്ടാകും എന്നൊക്കെ ദൈവം പറഞ്ഞപ്പോൾ വിശ്വസിക്കുന്ന അബ്രഹാമിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവൻ സംശയിച്ചില്ല. അവൻ ചോദിക്കുന്നുണ്ട്, 100 വയസ്സുള്ളവന് മകൻ ജനിക്കുമോ, 90 വയസ്സുള്ള സാറായി പ്രസവിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിരുന്നാലും അബ്രഹാം ആ ദിവസങ്ങളിലൊന്നും ദൈവത്തെ അവിശ്വസിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ അബ്രഹാമിന് 100 വയസ്സുള്ളപ്പോൾ 99 വയസ്സ് കഴിഞ്ഞപ്പോൾ വീണ്ടും അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിനക്ക് മക്കളുണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം അത് വിശ്വസിച്ചു. മാത്രമല്ല, അതിനുശേഷം 100 വയസ്സുള്ള അബ്രഹാമിനും 90 വയസ്സുള്ള സാറയ്ക്ക് മക്കള് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതൊരു അത്ഭുതമല്ലേ? ആണ്. എന്നാൽ കാത്തിരിക്കുന്ന അബ്രഹാമിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാത്തിരിക്കുന്ന അബ്രഹാം, പ്രിയ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ അനേക വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. എന്നാൽ അതിനായിട്ട് കാത്തിരിക്കുന്നവരാണോ അതോ സംശയിക്കുന്നവരാണോ എന്ന് നമ്മളെ തന്നെ ചിന്തിക്കുന്നത് നല്ലതായിട്ട് തീരും. അപ്പോൾ 100 വയസ്സായിട്ടും വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കുന്ന അല്ലെങ്കിൽ എന്ന് കാണാനായിട്ട് സാധിക്കും. അത് നമുക്ക് ഇതിൽ തന്നെ ഈ നമ്മൾ നേരത്തെ വായിച്ചതായിട്ടുള്ള എബ്രായ ലേഖനത്തിൽ തന്നെ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. അബ്രഹാമും സാറയും ദൈവത്തിനായിട്ട് കാത്തിരിക്കുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. അവിടെ കാണുന്നത് 11-ാം വാക്യത്തിൽ 11-ന്റെ 11 വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. അതുകൊണ്ട് ഒരുവനും മൃതപ്രായനായന് തന്നെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്തിൽ എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതി ജനിച്ചു എന്ന് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ കാത്തിരുന്നത് മുഖാന്തരമായിട്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ്
അബ്രഹാമിൻ്റെയും സാറയുടെയും കുടുംബം എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ വിശ്വാസം ജീവിതത്തിലുണ്ടെങ്കിൽ കാത്തിരിക്കുന്ന അനുഭവവും ഉണ്ടാകും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവിനായിട്ട് കാത്തിരിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു എന്നുള്ളത് വേദപുസ്തകത്തിലെ പല ഭാഗങ്ങളിലും നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യഹോവയ്ക്കായി കാത്തിരിക്കുക, എന്നാൽ യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക. അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. അപ്പോൾ യഹോവയ്ക്കായിട്ട് നാം കാത്തിരുന്നാൽ ഒരിക്കലും നാം ലജ്ജിക്കേണ്ടതായിട്ട് വരികയില്ല എന്നുള്ളത് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 100 വയസ്സുള്ള അബ്രഹാമിനും 90 വയസ്സുള്ള സാറയ്ക്കും ദൈവം മക്കളെ കൊടുത്തെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മൾക്ക് അനുഗ്രഹം തരും എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് 4-മതായിട്ട് അബ്രഹാമിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കുവാനുള്ളത് ലോകത്തിന് വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ യാചിക്കുന്ന ഇടനിൽക്കുന്ന ഒരു അബ്രഹാമിനെ കാണുവാനായിട്ട് സാധിക്കും. പാപികളായ നമ്മൾക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു, നമുക്ക് വേണ്ടി മരിച്ചു, ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ജീവിക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന കർത്താവുണ്ട്. അത് നമുക്ക് 1 തിമോഥെയോസിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് വേണ്ടി ഇന്ന് പിതാവിൻ്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്ന കർത്താവ് ഉണ്ട് എന്നുള്ളത് നമുക്ക് എത്രയോ ആശ്വാസത്തിന് കാരണമാണ്. 1 തിമോഥെയോസ് 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ കാണുന്ന ദൈവം ഒരുവനല്ലോ, ദൈവത്തിൻ്റെ മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലിയെ തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തേശു തന്നെ തക്ക സമയത്ത് അറിയിക്കേണ്ട ഈ സാക്ഷ്യത്തിനായി ഞാൻ പ്രസംഗിയ അപ്പോസ്തലനുമായി ഭോഷ്കല്ല പരമാർത്ഥം എന്ന് തന്നെ പറയുന്നു. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമുക്ക് വേണ്ടി മധ്യസ്ഥം ചെയ്യുന്ന ഒരു കർത്താവായ യേശു ക്രിസ്തുവിനെ. ഇതുപോലെ തന്നെ നാമും മധ്യസ്ഥം കർത്താവിൻ്റെ മുമ്പിൽ മധ്യസ്ഥന് ഒരുവനേ ഉള്ളൂ, ദൈവം മാത്രമേ ഉള്ളൂ. എന്നാൽ ആ മധ്യസ്ഥനോട് നാം മറ്റുള്ളവർക്ക് വേണ്ടി യാചിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ ഓർത്ത് അവർ കർത്താവിലേക്ക് വരുവാനോർത്ത് അവരുടെ പ്രശ്നങ്ങളെ അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി നാമും പ്രാർത്ഥിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ലോത്തും അബ്രഹാം ഒന്നിച്ചാണ് പുറപ്പെട്ടത്, ഒന്നിച്ചാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അവരുടെ വേലക്കാർ തമ്മിൽ പ്രശ്നമുണ്ടായപ്പോൾ അവർ സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. നല്ല ഭാഗം ലോത്ത് തിരഞ്ഞെടുത്തു. അങ്ങനെ ലോത്ത് തിരഞ്ഞെടുത്ത് അങ്ങനെ സോദോമിൽ ലോത്ത് താമസിക്കുകയാണ്. എന്നാൽ ആ ലോത്തിനെ നശിപ്പിക്കും എന്ന് മനസ്സിലായപ്പോൾ ആ ലോത്തിനായിട്ട് യാചിക്കുന്ന ഒരു ദൈവത്തോട് അപേക്ഷിക്കുന്ന അബ്രഹാമിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം അവരെ കർത്താവിൻ്റെ മുമ്പിൽ നിന്നിട്ട് ചോദിക്കുകയാണ്, യാചിക്കുകയാണ്. അങ്ങനെയെന്ന് പ്രിയ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി യാചിക്കുന്നുണ്ടോ? അതോ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ അവരെ കുറ്റം പറയുകയും അവർ പൊയ്ക്കോട്ടെ, അവർ നശിച്ചു പൊക്കോട്ടെ എന്ന് വിചാരിക്കുകയും ചെയ്യുന്നവരാണോ എന്ന് നമ്മളെ തന്നെ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെ സോദോമിൻ്റെ പട്ടണത്തിന് അതിന് യഹോവയോട് ചോദിക്കുന്ന അബ്രഹാം യഹോവയുടെ സന്നിധിയിൽ നിന്നു. അബ്രഹാം അടുത്തെന്ന് പറഞ്ഞ ദുഷ്ടനോടുകൂടെ നീതിമാനെ നിന്ന് സംഹരിക്കുക. പക്ഷെ ആ പട്ടണത്തിൽ 50 നീതിമാനുണ്ടെങ്കിൽ നീ അതിനെ സംഹരിക്കോ? യാചിക്കുകയാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, 50 പേരുണ്ടെങ്കിൽ ഞാൻ നശിപ്പിക്കുകയില്ല. വീണ്ടും ചോദിക്കുകയാണ്, 45 പേരുണ്ടെങ്കിൽ നശിപ്പിക്കുമോ എന്ന്. വീണ്ടും അവൻ പ്രാർത്ഥിക്കുകയാണ്, 40 പേരുണ്ടെങ്കിൽ അവരെ നശിപ്പിക്കുമോ എന്ന്. അവിടം കൊണ്ടും ആ പ്രാർത്ഥന നിന്നില്ല, ആ പക്ഷപാതം നിന്നില്ല. 30 പേരുണ്ടെങ്കിൽ കർത്താവെ നീ അവരെ നശിപ്പിക്കുമോ എന്ന് ചോദിച്ചു. വീണ്ടും കർത്താവിനോട് ആരോട് യഹോവയോട് ചോദിക്കുകയാണ്. ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ, പക്ഷെ 20 പേരെ അവിടെ കണ്ടാലോ എന്ന് അവൻ പറഞ്ഞതിന് ഞാൻ 20 പേരുടെ നിമിത്തം നശിപ്പിക്കുകയില്ല എന്ന് അവൻ അരുളി ചെയ്തു. അപ്പോൾ അവൻ വീണ്ടും കർത്താവിനോട് യാചിക്കുകയാണ്, കർത്താവെ കോപിക്കരുത്, ഇനി ഒരു പ്രാവശ്യം മാത്രം ഞാൻ സംസാരിക്കും, പക്ഷെ 10 പേരെ കണ്ടാലോ എന്ന് ചോദിക്കുന്നു. 10 പേരെ കണ്ടാലും നശിപ്പിക്കില്ല എന്ന് യഹോവയായ ദൈവം അബ്രഹാമിനോട് പറയുന്നു. അപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, നിന്നത് മുഖാന്തരമായിട്ട് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോൾ എന്ന് വിചാരിച്ചാൽ ലോത്തിൻ്റെ കാര്യം
യഹോവ ലോത്തിനെ കടാക്ഷിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ ലോത്തിനെയും അവിടെ ഒരു 10 പേര് പോലും ആ പട്ടണത്തിൽ ഇല്ലാത്തതുകൊണ്ട് ആ പട്ടണത്തെ നശിപ്പിക്കും എന്ന് തന്നെ തീരുമാനിച്ചു. കാരണം അത്രമാത്രം വഷളത്ത് നിറഞ്ഞ ഒരു പട്ടണമായിട്ട് സോദോം തീർന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അബ്രഹാമിനെ ഓർത്തപ്പോൾ അപ്പോൾ ലോത്തിനെ നശിപ്പിക്കുവാനായിട്ട് ദൈവത്തിന് കഴിഞ്ഞില്ല എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ലോത്തിനെ അബ്രഹാം മുഖാന്തരമായിട്ട് ലോത്ത് രക്ഷപ്പെട്ടു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഈ പട്ടണത്തോടു കൂടെ തന്നെ അബ്രഹാമിൻ്റെ പ്രാർത്ഥന ഇല്ലായിരുന്നുവെങ്കിൽ, അബ്രഹാമിൻ്റെ പക്ഷപാതം ഇല്ലായിരുന്നുവെങ്കിൽ ഈ പട്ടണത്തോടു കൂടെ ഈ ലോത്ത് നശിച്ചു പോകുമായിരുന്നു. എന്നാൽ അബ്രഹാമിനെ ഓർത്തത് കൊണ്ട് ലോത്തിനെ വിടുവിച്ചു. എന്നാൽ ഈ പട്ടണം 10 പേരുണ്ടെങ്കിൽ പോലും ആ പട്ടണം നശിപ്പിക്കുകയില്ല എന്ന് ദൈവം അരുളി ചെയ്തു. എന്നാൽ 10 പേര് പോലും ഇല്ലാത്തൊരു പട്ടണം അത് നശിപ്പിക്കപ്പെടുവാനായിട്ട് ഇടയായിട്ട് തീർന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് ചെയ്തു. പിന്നെ യഹോവ സൊദോമിൻ്റെയും ഗൊമോരയുടെ നിലവിളി വലുതും അവരുടെ പാപം അതികഠിനവുമാകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അബ്രഹാം അവരുടെ പാപം മുഖാന്തരം പട്ടണത്തെ നശിപ്പിച്ചു. എന്നാൽ ദൈവം കർത്താവ് ഇവരെ 2 പേരെയും വിടുവിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ അബ്രഹാമിൻ്റെ വിശ്വാസം കാരണം നാം ഇന്ന് കണ്ടു, അബ്രഹാമിൻ്റെ വിശ്വാസം കാരണം അബ്രഹാം ദൈവത്തെ അനുസരിച്ചു. അബ്രഹാമിൻ്റെ വിശ്വാസം കാരണം അവൻ കൂടാരങ്ങളിൽ പാർത്ത് നിത്യതയ്ക്കായിട്ട്, അല്ലെങ്കിൽ അവരുടെ സ്വദേശം എന്താണെന്ന് മനസ്സിലാക്കി, പൗരത്വം എന്താണെന്ന് മനസ്സിലാക്കി ആ ലോകത്തിന് വേണ്ടി ജീവിച്ചു എന്ന് കാണുവാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു അവൻ കാത്തിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിച്ചു. നാലാമതായി നാം കണ്ടു ഇടനിൽക്കുന്ന, പക്ഷപാതം ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു അബ്രഹാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് അഞ്ചാമതായിട്ട് നമുക്ക് കാണാം ദശാംശം കൊടുക്കുന്ന ഒരു അബ്രഹാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തെന്ന് കാണുവാനായിട്ട് സാധിക്കും. അവിടെ 14 അധ്യായത്തിൽ 18 മുതലുള്ള വാക്യത്തിൽ അബ്രഹാം യുദ്ധം കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ്. അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ശാലം രാജാവ് മൽക്കിശേദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതങ്ങൾ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്ക് നാഥനായ അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച് അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തു. സകലത്തിലും ദശാംശം കൊടുക്കുന്ന ഒരു അബ്രഹാമിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയ സഹോദരിമാരെ, നാം പഴയ നിയമകാലത്ത് ദശാംശം കൊടുത്തെങ്കിൽ ഇന്ന് അതിൽ കൂടുതൽ കൊടുക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. 10 കൊടുക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനയായിരുന്നു പഴയ നിയമ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ. അതുകൊണ്ട് അബ്രഹാം പഴയ നിയമ വിശ്വാസിയായതുകൊണ്ട് വീരനായ അബ്രഹാം ദശാംശം കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് മലാക്കി ലേഖനം 3 അധ്യായത്തിൽ കാണുന്നത് 3:8 വാക്യത്തിൽ, എന്നാൽ നിങ്ങൾ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നെന്ന് ചോദിക്കുന്നു. ദശാംശത്തിലും വഴിപാടിലും തന്നെ നിങ്ങൾ ഈ ജാതി മുഴുവനും തന്നെ എന്നെ തോൽപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരാകുന്നു. എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടത് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിൻ്റെ കിളിവാതികളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേലെ അനുഗ്രഹം പകരുകയില്ലയോ? പഴയ നിയമ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ ദശാംശം കൊടുക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനയായിരുന്നു. ദശാംശം കൊടുക്കാത്തവര് ദൈവത്തിൻ്റെ കക്കുന്നവരാണ് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവർ ശാപഗ്രസ്തരാണ് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. പഴയ നിയമ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ ഇത് കൊടുത്തില്ലെങ്കിൽ അവർക്ക് ശിക്ഷ വരും. എന്നാൽ ഇത് കൊടുത്താൽ സ്വർഗത്തിലെ കിളിവാതികൾ ദൈവം തുറന്ന് അനുഗ്രഹിക്കും എന്നുള്ള വാഗ്ദത്വവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തെ തോൽപ്പിക്കുന്ന അവസ്ഥയാണ് ദശാംശം കൊടുക്കാതിരിക്കുന്നതെന്ന് കാണുവാനായിട്ട് സാധിക്കും. എങ്കില് പുതിയ നിയമ വിശ്വാസികളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നു, നമുക്ക് വേണ്ടി മുഴുവനായിട്ട് തന്നെ സമർപ്പിച്ചു. അങ്ങനെ നമ്മളെ രക്ഷിച്ചു. അവൻ്റെ രക്തത്താൽ നമ്മൾക്ക് വിടുതലും ആശ്വാസം നൽകി നാം ദൈവത്തിൻ്റെ മക്കളായിട്ട് തീർന്നു. അങ്ങനെ ദൈവമക്കളായിട്ട് തീർന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം ദശാംശം കൊടുക്കുവാൻ, നമ്മെ തന്നെ കൊടുക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. എങ്കിൽ പ്രിയ സഹോദരിമാരെ, നമ്മുടെ ദശാംശം എങ്കിലും
കർത്താവിന് കൊടുക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദശാംശത്തിൽ കൂടുതൽ കൊടുക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ അറ്റ്ലീസ്റ്റ് പഴയ നിയമവിശ്വാസികളോടുള്ള കൽപ്പനയായിരുന്നു ദശാംശം കൊടുക്കണമെന്ന് ഉള്ളത്. അത്രയെങ്കിലും കർത്താവിന് കൊടുക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. വരുന്ന ദിവസങ്ങളിൽ നമ്മൾ വിശ്വാസമുണ്ടെന്ന് പറയുന്നത് കൊണ്ടും ചില കാര്യങ്ങൾ വിശ്വാസത്താൽ ചെയ്യുന്നത് കൊണ്ടും അത് വിശ്വാസമല്ല. എന്നാൽ ഒരു വിശ്വാസത്തിൽ വീരനായ ഒരു വിശ്വാസത്തിൻ്റെ വ്യക്തിയാണെങ്കിൽ അവൻ കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നവനായിരിക്കും. അവൻ്റെ പൗരത്വം സ്വർഗത്തിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ ആ ദേശത്തിന് വേണ്ടി അധ്വാനിക്കുന്നവനായിരിക്കും. ഈ ദേശത്തിന് അവൻ്റെ ജീവിതം മുഴുവനും വേണ്ടി ചെലവിടാതെ പൗരത്വം സ്വർഗത്തിലാണെന്ന് അബ്രഹാം കൂടാരത്തിൽ വസിച്ചതുപോലെ തന്നെ ഈ ലോകത്തിലല്ല എൻ്റെ സമ്പാദ്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വർഗത്തിൽ സമ്പാദ്യം സ്വരൂപിക്കുന്നവനാണ്. ഒരു വ്യക്തിക്ക് വിശ്വാസമുണ്ടെങ്കിൽ അവൻ കാത്തിരിക്കുന്നവനായിരിക്കും. മാത്രമല്ല അവൻ മറ്റുള്ളവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ മുമ്പാകെ പക്ഷപാതം ചെയ്യുന്നവനുമായിരിക്കും. മാത്രവുമല്ല ദശാംശം കൊടുക്കുന്നവനുമായിരിക്കും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ തീരുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. I see a generation rising up to take their place with selfless faith, with selfless faith. I see a new revival steering as we pray and seek. We're on our knees, we're on our knees. Hosanna, Hosanna, Hosanna in the highest. Hosanna, Hosanna, Hosanna in the highest. Good morning, sisters. Psalm 63 verses 1 and onwards. O God, thou art my God. Early will I seek thee. My soul thirsteth for thee. My flesh longeth for thee in a dry and thirsty land, where no water is, to see thy power and thy glory, so as I have seen thee in the sanctuary. Because thy loving kindness is better than life, my lips shall praise thee. Thus will I bless thee while I live. I will lift up my hands in thy name. Based on 1 Samuel chapter 23, this passage was written by David in the wilderness of Ziph, when Saul chased David to kill him. David starts off the psalm by acknowledging who God is and crying out to him in a dry and thirsty land, a land that was so foreign to him, where he felt so alone. The only one that David could reach out to was God. Sometimes we are found in unfamiliar circumstances, in uncharted territory, that we don't know how to proceed. Then we realize that the only constant is our Father God. He is the only one who can quench our thirst, who can revive us. We want to see His power and glory now, just as in the past. David also says the same in verse 2. For just as God was there in the sanctuary, which is a familiar environment, He will also be there in the wilderness. And how are we so sure about this? Because it is His character, His loving kindness, which is better than life. His act of love and kindness to be my Savior is better than the life I live. It is better than the eternal life I receive from Him. Therefore, just as David proclaims in verse 4, I will praise Him and bless Him while I live. And this is His promise to us. Ezekiel chapter 36 verse 26 and 27.
A new heart also will I give you, and a new spirit will I put within you. And I will take away the stony heart out of your flesh, and I will give you an heart of flesh. And I will put my spirit within you, and cause you to walk in my statutes. And ye shall keep my judgments, and do them. May we sing this song together. O God, you are my God, and I will ever praise you. O God, you are my God, and I will ever praise you. In a dry and thirsty land, you are the water, you are the water. And when I'm on my knees again, yours is the power, yours is the power. I will seek you in the morning, and I will learn to walk in your ways. And step by step you'll lead me, and I will follow you all of my days. Fill us with your rest, fill us with your spirit, fill us with your love, only you can satisfy, only you can satisfy. When the battle weakens me, you will be my victory. You supply my every need, you supply my every need. So fill us with your rest, fill us with your spirit, fill us with your love, only you can satisfy. Fill us with your rest, fill us with your spirit, fill us with your love, only you can satisfy, only you can satisfy. I find everything I need in you, I find everything I need in you, I find everything I need, Jesus, only you can satisfy. I find everything I need in you, I find everything I need in you, I find everything I need, Jesus, only you can satisfy. In a dry and thirsty land, you are the water, you are the water. And when I'm on my knees again, yours is the power, yours is the power. When the battle weakens me, you will be my victory. You supply my every need, you supply my every need. O God, you are my God, and I will ever praise you. O God, you are my God, and I will ever praise you. I find everything I need in you, I find everything I need in you, I find everything I need, Jesus, only you can satisfy, only you can satisfy. May his name alone be glorified. Amen. Heal my heart and make it clean. Open up my eyes to the things unseen. Show me how to love like you have loved me. Break my heart
sisters, it is a joy to come into His presence to worship our Lord and Savior Jesus Christ. Please turn your Bibles with me to Ecclesiastes chapter 3, verse 1. Ecclesiastes chapter 3, verse 1. To everything there is a season, and a time to every purpose under the heaven. We can trust in God's plan even if we do not understand it right away. Every second of our lives is part of His big story, the big picture. Whatever we may go through, when we are on top of the mountain, or down in the lowest valleys, with no way to climb back up, life has different moments, each with its own purpose, but God will show us His perfect timing in every single thing. Galatians 4, verse 4. Galatians chapter 4, verse 4. But when the fullness of the time was come, God sent forth His Son, made of a woman, made under the law. Jesus came at the right moment, just at the right moment. God had a special plan and He followed it perfectly. Jesus was born exactly when God wanted Him to be. It was on purpose and for a purpose. The greatest moment in time for the history of mankind, present, past, and future. Jesus Christ, the very Son of God. He came down from the highest heavens into the dust that was under His feet. He came in the form of a baby, humbling Himself as being fully God, has now become as well fully man. He lived among us, experiencing all that man had to go through, while also staying pure and without sin. He was mocked, scorned, and smitten by His own creatures. He was nailed, and He died on that cruel cross for our sins, rejected by God the Father and men, being sorely alone. He was buried, and on the third day He rose again from the grave. And now He is seated at the right hand of God the Father, interceding for us. Why? Why go through all that pain and humiliation? Because He loves us unconditionally, so that we may have a second chance to be with Him, to develop a relationship with Him. Is it not amazing? Because Jesus arrived on time, we all got the chance to join God's family and share in what He has for us. The timing was not random. It was planned with care and love, so that the people of this world could find redemption and become children and heirs of God through Christ. Let us read Habakkuk 2, verse 3. Habakkuk 2, verse 3. For the vision is yet for an appointed time, but at the end it shall speak, and not lie. Though it tarry, wait for it, because it will surely come. It will not tarry. He reminds us to trust in Him during our waiting periods. I think this verse extends toward talking about His second coming. We should wait on His coming. One day He will come again to take us to be with Him. This is His promise to us. His promises may take time, but are never forgotten. Sometimes doubts may creep in, and that is all right. We live in a fast-paced world. Everything is go, 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 with no time to stop and rest. Thus, we are often in a hurry.
we feel as if time is running out. But praise God, God is not in a hurry. His plans unfold at the right time. We need to have patience and faith. We need to garner our courage and strength from God by trusting in God's perfect timing. We have a God who hears and actually is eagerly waiting for us to communicate with Him. My dad and mom always says to be patient and wait on the Lord. Happy is the man who puts his trust in Him. We must believe, even if His plan seems slow, because His plans will surely come into fruition at the right time. Therefore, let us wait patiently on Him with confidence, as it says in Psalms 27, verse 14. Psalms chapter 27, verse 14. Wait on the Lord. Be of good courage, and He shall strengthen thine heart. Wait, I say, on the Lord. Let us remember that He is our help always, and His timing is just right. My mom and dad sometimes sings a hymn, In His Time, and it fills me with hope. This is a quote that I found. Believe that He controls all things, and His timing makes every event beautiful in its own way in His own time. Let us continue to praise and worship Him in truth and spirit. May His name alone be glorified. Amen. I see the King.